നമസ്കാരം, ബിഗ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BLDC ഫാൻ. അതിനെപ്പറ്റിയാണ്. ഇന്നും ഫാൻ ഈ ടെക്നോളജി വന്നിട്ട് ഇത്രയും ആയിട്ടും ഇതിനെപ്പറ്റി അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. എന്താണ് ഈ BLDC ഫാൻ എന്നും സാധാ ഫാനും ഇതും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ BLDC ഫാനിനെ പറ്റി പറഞ്ഞു തരാം. ഞാനൊരു BLDC ഫാൻ മേടിച്ച് ഉപയോഗിച്ച് 5-6 മാസം ഉപയോഗിച്ചു. അതിനെപ്പറ്റി നമുക്ക് ഒരു റിവ്യൂ പോലെയും പറയാം. അതിൻ്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫാനിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാധാ ബൾബ് യൂസ് ചെയ്തിട്ട് അത് പതുക്കെ മാറി CFL ബൾബായി. CFL ബൾബിൽ നിന്ന് മാറി LED വന്നു. അവിടെ ബൾബിൻ്റെ ലൈറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചേഞ്ച് വന്നു. ഫാനിൻ്റെ കാര്യത്തിൽ കാര്യമായ ടെക്നോളജിയിൽ ചേഞ്ച് ഒന്നും വന്നില്ല. ഓരോ മോഡൽ ഫാനുകൾ ഇറങ്ങിയതല്ലാണ്ട് ഓരോ ഡിസൈൻസിലും കാര്യങ്ങളിലൊക്കെ ഇറങ്ങിയതല്ലാണ്ടും ഉപയോഗിച്ചൊക്കെ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫാനുകളാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. നമുക്ക് വന്നിരുന്നത് അല്ലാണ്ട് ഒന്നും വന്നില്ല. ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി വന്നതാണ് BLDCൻ്റെ ബ്രഷ്ലെസ് ആണ് അതിൻ്റെ പ്രത്യേകത. ബ്രഷ്ലെസ് DC മോട്ടോഴ്സാണ്. കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക്കൽ ഡിവൈസസ് വെച്ചാണ് ആ ഫാൻ കൺട്രോൾ ചെയ്യുന്നത്. മറ്റേ സാധാ ഫാൻ നമുക്കൊരു 80 വാട്ട് തൊട്ട് 80 to 110 120 വാട്ടാണ് സാധാ ഫാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ BLDC ആണെങ്കിൽ 50 വാട്ടിൽ താഴെയാണ് ഇത് നമുക്ക് കറണ്ട് കൺസപ്ഷൻ വരുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ BLDC ഫാനിൻ്റെ. അതും നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സാധാ ഫാൻ നമുക്ക് റെഗുലേറ്റർ വെച്ചാണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഈ റെഗുലേറ്ററിൽ നമുക്കൊരു 5 സ്പീഡ് ആണ് നമുക്ക് വരുന്നത്. 5 സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. 0 1 2 3 4 5 അങ്ങനെ തിരിച്ച് റെഗുലേറ്ററിൽ തിരിച്ചാണ് നമുക്കത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ റെഗുലേറ്റർ വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നേരത്ത് എനർജി വേസ്റ്റേജ് വരുന്നുണ്ട്. കാരണം ഈ റെഗുലേറ്റർ ചൂടായിക്കൊണ്ടിരിക്കും. റെഗുലേറ്റർ ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കുക, നമുക്ക് എന്താ പറയുക, കറണ്ട് വോൾട്ടേജ് കുറച്ച് കുറയ്ക്കുന്നുള്ളൂ. കുറച്ച് ഫാൻ സ്പീഡ് കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കാര്യമായ കറണ്ട് ബില്ലിൻ്റെ വ്യത്യാസം വരുന്നില്ല. പക്ഷേ നമുക്ക് BLDC ആണെങ്കിൽ അവിടെ ആ റെഗുലേഷൻ്റെ ഒരു പ്രശ്നം വന്നില്ല. നമ്മൾ റിമോട്ടിൽ അത് കൺട്രോൾ ചെയ്യണേ. ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസസ് വെച്ച് അതിലൊരു നമ്മുടെ ആ ഫാനിൻ്റെ മുകളിൽ തന്നെ ആയിട്ടൊരു സർക്യൂട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഫാൻ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ ഒരു സർക്യൂട്ട് ഇരിപ്പുണ്ട്. ആ സർക്യൂട്ടിലേക്ക് നമ്മൾ ഇതിന് സിഗ്നൽ ചെല്ലുകയാണ്. ഇതിന് സിഗ്നൽ ചെയ്തിട്ട് ഇതിൽ നിന്നാണ് കൺട്രോൾ ചെയ്യണേ. അപ്പോൾ ഇതിന് റെഗുലേറ്റർ വേണ്ട, ഡയറക്റ്റാണ് കണക്ഷൻ. ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഇത് ഓൺ ആക്കുമ്പോൾ ഇതിൽ ഓൺ ഓഫ് ഇതെല്ലാ കാര്യങ്ങളെല്ലാം സാധാരണപ്പെട്ടില്ലേ. AC-യുടെ റിമോട്ട് തന്നെ ഫാനിൻ്റെ റിമോട്ടും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ ഇതിനെ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യില്ല അതിൻ്റെ കറണ്ട് കൺസപ്ഷനാണ്. നമ്മൾ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമുക്കൊരു 7 വാട്ട് കറണ്ടൊക്കെ വരുള്ളൂ. 7 വാട്ട് കറണ്ടാണ് വരുന്നുള്ളൂ. മറ്റേ ഫാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100-120 വാട്ട് ഫാൻ കുറച്ച് കഴിഞ്ഞാൽ എന്തോരം കുറയും, ഒരു 40-50 വാട്ട് താഴെ പോവില്ല. സിമ്പിളായിട്ട് നമ്മളത് ഉപയോഗിച്ച് നോക്കി. 6 മാസത്തോളം നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് നോക്കി ഫാൻ കുറയുന്നുണ്ടോ. കാരണം ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഫാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫുൾ സ്പീഡിൽ എപ്പോഴും ഇടണമെന്ന് ആവശ്യമില്ല. കുറച്ച് നേരം നമ്മൾ ഫുൾ സ്പീഡിലിട്ട് പിന്നെ കുറച്ച് വെച്ച് നമുക്ക് 1-ലോ 1-ലോ 2-ലോ ഇട്ടാൽ മതി. ആ സ്പീഡ് 1-ലോ 2-ലോ കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് എന്താ പറയുക, കറണ്ട് വളരെ താഴ്ന്നു നിൽക്കണേ. ഫാൻ വർക്ക് ചെയ്യുന്നതിനാവും കാറ്റും കിട്ടും, കറണ്ട് കുറച്ച് ചെയ്യും. ഒരു 7 വാട്ട് എന്ന് പറയുമ്പോൾ ഒരു CFL കത്തണ അത്രയും ചാർജിൽ ഫാൻ വർക്ക് ചെയ്യുക എന്നാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൽ റിമോട്ടിൽ തന്നെ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ടൈം വെച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഇതിൽ 1 2 3 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ആയിപ്പോഴും. AC-യുടെ അതേ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് റിമോട്ടിലും കൊടുത്തിട്ടുണ്ട്. ഇത് ക്രോംപ്ടൻ്റെ ഫാനാണ്. ഞാൻ എടുത്തത് ക്രോംപ്ടൻ്റെ ഫാനാണ്. 5 വർഷം വരെ ഇതിന് വാറണ്ടി ഉണ്ട്. അത് ഓൺ സൈറ്റ് വാറണ്ടിയാണ് കമ്പനി കൊടുക്കുന്നത്. ഇപ്പോൾ ഫാനിൻ്റെ വില വെച്ചാൽ മറ്റേ നോർമൽ ഒരു ഫാൻ മേടിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണമെങ്കിൽ ഈ ഫാൻ ചിലപ്പോൾ 2500 to 3000 ആ റേഞ്ചിൽ വരും ഈ ഫാനിൻ്റെ പ്രൈസ്. പക്ഷേ 3000 രൂപ കൊടുത്താലും 5 കൊല്ലത്തേക്ക് ലൈറ്റ്നിങ് ഉൾപ്പെടെയാണ് അവർ വാറണ്ടി തരുന്നത്. ഇപ്പോൾ എൻ്റെ ഫാനൊന്ന് ലൈറ്റ്നിങ്ങിൽ ഒരു ഫാൻ കംപ്ലൈൻറ്റ് ആയി പറഞ്ഞു, വിളിച്ച് പറഞ്ഞു. പിറ്റേ സമയം വന്ന് അവർ ആ മോട്ടർ അതിൽ കംപ്ലൈൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടാണ് കൂടുതലും കംപ്ലൈൻറ്റ് ഉണ്ട്. മറ്റൊന്ന് വെച്ചിട്ട് ലൈറ്റ്നിങ്ങോ കാര്യങ്ങളോ അതിനടുത്ത് അതിൻ്റെ മോട്ടർ ഉൾപ്പെടെ ഫുൾ കത്തിപ്പോവാം, വൈൻഡിങ് കത്തിപ്പോവും. ഇതിൻ്റെ വൈൻഡിങ്ങിലേക്ക് കാര്യമായി ബാധിക്കുന്നില്ല. ആ സർക്യൂട്ട് പ്രൊട്ടക്ഷനിലേക്ക് പോകും. ആ സർക്യൂട്ട് മാറി കഴിഞ്ഞാൽ അവർ വന്നപ്പോൾ തന്നെ പ്രൊട്ടക്ഷൻ വന്ന് ഞാൻ ടെക്നീഷ്യനോട് സംസാരിച്ചു. ഇപ്പോൾ ആ സർക്യൂട്ട് അവർ അപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്യുക. അത് കൊണ്ടുവന്നു. ആ റീപ്ലേസ് ചെയ്ത സർക്യൂട്ടാണ് മാറ്റിയിട്ടു. ഫാൻ ഓക്കെ, സിമ്പിളായിട്ട് 5 വർഷം വരെ കമ്പനി വാറണ്ടി ഉണ്ട്. അപ്പോൾ ഏതാ ബെറ്റർ? സാധാ ഫാൻ ആണെങ്കിൽ 1000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 1200 കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരും. പിന്നെ സർവീസ് ചെയ്യണമെങ്കിൽ അത് അവിടെ കൊണ്ട് ചെല്ലണം. ചില കമ്പനികൾ മാത്രമാണ് ഓൺ സൈറ്റ് സർവീസ് ഉള്ളൂ. അതും കറണ്ട് കൺസപ്ഷൻ നോക്കി ഒരു ഫാൻ 120 വാട്ട് എടുക്കാൻ നേരത്ത് ഇത് മാക്സിമം വാട്ട് എടുക്കുന്നത് 35 വാട്ടാണ്. ബെറ്റർ അപ്പോൾ BLDC ആണ്. അപ്പോൾ സാധാ ഫാനും BLDC ഫാനും നമ്മൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി അറിയാത്തവർക്കാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നെ. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്രോംപ്ടൻ്റെ ഫാനാണ്. ക്രോംപ്ടൺ മാത്രമല്ല ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. 2000 രൂപ മുതൽ കമ്പനികൾ കിട്ടുന്നുണ്ട്. ക്രോംപ്ടൻ്റെ 2500 to 3000 റേഞ്ച് വരുന്നത്. 2000 രൂപ കിട്ടുന്ന ഫാനും ഏകദേശം വാറണ്ടി മിനിമം 3 years മിക്കവാറും കമ്പനികൾ കൊടുക്കുന്നുണ്ട്. ഫാൻ മാറ്റുമ്പോൾ ഡെയിലി നമുക്ക് എന്താ പറയുക, ഡെയിലി യൂസ് ചെയ്യുന്ന ഫാനാണെങ്കിൽ നമുക്ക് BLDC ഫാനിലേക്ക് മാറാം. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ വരുന്ന ഫാനാണെങ്കിൽ നോർമൽ ഫാൻ മതി.
നമുക്ക് സ്ഥിരം യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ BLDC ഫാനാണ്. ഇതാണ് BLDC നോർമൽ ഫാൻ എന്നുള്ള വ്യത്യാസം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം.